الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അഹ്ഖാഫ് 4, 5, 6 മൂന്ന് ആയത്തുകളാണ്. 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ പാഠമായി. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഖുൽ അറഅയ്തും, ഖാഫ്, റാ ഇതൊക്കെ തഫ്ഖീമിൻ്റെ ഹർഫുകളാണ്. അറഅയ്തും എന്നതിലെ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. അറഅയ്തും തദ്ഊന, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. മിൻ ദൂനില്ലാ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. അറൂനി, അറൂനി റാ തഫ്ഖീം. മാദാ ഖലഖൂ, ഖാ ഖാഫ് തഫ്ഖീം. മിനൽ അർദി റാ ളാദ്, ളാദിന് കസ്റാണ് കുറഞ്ഞ തഫ്ഖീം. എം ലഹും, രണ്ട് സാക്കിന മീമും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ഷിർകുൻ ഫിസ് സമാവാത്ത്, ഷിർകുൻ, ഷിർകുൻ എന്നാണ്, ഷിർകുൻ അല്ല ഷിർ. റായിന് തർക്കീഖ് കൊടുക്കണം. റായിന് സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും ഉള്ളതിനാൽ റായിനെ നേർപ്പിച്ചുകൊണ്ട് ഷിർ, ഷിർ കുൻ ഫിസ് സമാവാത്ത്. കുൻ എന്നതിലെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ഫിസ് സമാവാത്ത് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ബാക്കിയുള്ളത് ഓതേണ്ടത് എങ്ങനെയാണ്? നമ്മൾ മുമ്പ് ഹംസത്തുൽ വസ്ൽ വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യമാണ്. ഈ തൂനി, എങ്ങനെ ഓതുക? ഈ തൂനി, അതായത് മദ്ദുൽ ബദൽ, മദ്ദുൽ ബദലാണ്. അവിടെ ഇബ്ദാൽ ചെയ്യണം. ഹംസയെ യാ ആക്കി മാറ്റി ഹർഫുൽ മദ്ദാക്കി മാറ്റുന്നതിനാണ് ഇബ്ദാൽ എന്ന് പറയാം. ഇവിടെ ഇ തൂനി എന്ന രണ്ടാമത്തെ ഹംസയെ യാ ആക്കണം, ഈ തൂനി എന്നാക്കണം. ചേർത്തോതുകയാണെങ്കിൽ ഫിസ്സമാവാതി തൂനി എന്ന് ഹംസയെ തിരിച്ചു കൊണ്ടുവരണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസ്സമാവാതി തൂനി, ഫിസ്സമാവാത്ത് എന്ന് വഖഫ് ചെയ്ത് ബാക്കിയുള്ളത് എടുത്തോതുകയാണെങ്കിൽ ഈ തൂനി എന്നാണ് ഓതേണ്ടത്, ഇബ്ദാൽ ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചത്. ബികിതാബിൻ മിൻ, ബികിതാബിൻ എന്നതിലെ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ ഖബ്ലി, മിൻ എന്നതിലെ സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ഖബ്ലി ബാഇൻ്റെ സുക്കൂൻ ഖൽഖല വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കുക. ഹാദാ ഔ, ഹാദാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഔ അസാറത്തിൻ മിൻ, അസാറത്തിൻ എന്ന തൻവീൻ ഇദ്ഗാം ബിഗുന്ന കാമിൽ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. മിൻ ഇൽം, സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ. വീണ്ടും ഇൽമിൻ, ഇൻ തൻവീനിനെയും ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. ഇൻ കുൻതും, രണ്ട് സാക്കിന നൂന് വരുന്നുണ്ട് അതിൽ, അവ രണ്ടും ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും എന്നല്ല, ഇൻ കുൻതും കാഫ് വ്യക്തമാക്കണം. ഇൻ കുൻതും സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. സ്വാദിഖീൻ, സ്വാദിഖീൻ ഖാഫിന് കുറഞ്ഞ തഫ്ഖീം മതി കസ്റായതുകൊണ്ട്. വമൻ അദല്ലു സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിമ്മൻ യദ്ഉ, ഷദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. മീം മുഷദ്ദദ ശേഷം വന്ന സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. മിമ്മൻ യദ്ഉ, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക.
മിൻ ദൂനില്ലാഹ് വീണ്ടും സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. മല്ല മൻ എന്നതിലെ സാക്കിനായ നൂൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന, ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മല്ല മല്ല യസ്തജീബു ലഹു ഇല ലഹു, ഈ ദീർഘത്തിന്റെ പേരാണ് മദ്ദുസ്സിലത്തിൽ കുബ്ര. മദ് മുൻഫസിൽ എന്ന ദീർഘത്തിന്റെ വിധിയാണ് അതിന് നൽകുക. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വഹും അൻ സാക്കിന മീം ഇൽഹാർ ഷഫവി അൻ ദുആഇഹിം, സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. ദുആഇഹിം എന്നതിൽ ദീർഘമുണ്ട്. മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അതിൽ വരുന്ന സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഗാഫിലൂൻ, ഗാ എന്ന് പറയുമ്പോൾ ഗൈനിനും അതിൻ്റെ അലിഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. വഇദാ ഹുശിറ, വഇദാ ഹുശിറ റാഇന് തഫ്ഖീമാണ്. അന്നാസു നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കാനൂ ലഹും, കാനൂ എന്നതിലെ ലഹും എന്ന പദത്തിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അഅദാഅൻ ദീർഘം മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിന്റെ അളവിൽ നീട്ടൽ നിർബന്ധം. അഅദാഅൻ എന്ന തൻവീൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിക്കുക. അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ബാറകല്ലാഹു ഫീക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖൂ മിനൽ അർദി അം ലഹും ശിർകുൻ ഫിസ് സമാവാത് ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون.